ഹലോ ദേവസ്യ, അതെ ഞാനിവിടെ അത്യാവശ്യത്തിലാ. പലഹാരമൊക്കെ കഴിച്ചു. ശരി ദേവസ്യ, ശരി 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 ശരി. ഹലോ, നിങ്ങളെവിടെ? ഞാനിവിടെ എത്തിയിട്ടുണ്ട്. നിൽക്കുന്ന സ്ഥലം കൃത്യമായി പറ. ജൂതപ്പള്ളിയുടെ സെമിത്തേരിയില്ല. അവിടെ തന്നെ നിൽക്ക്, ഞാൻ തൊട്ടടുത്തുണ്ട്. താനോ? താൻ എന്നാത്തിനാ എന്നെ? എന്റെ കാര്യങ്ങളൊക്കെ പോട്ട്. സാറെന്തിരിവിടെ? അപ്പൊ ഡ്രിങ്ക്സുകൾ മാത്രമല്ല, മറ്റു പലതും ഉണ്ടല്ലേ? ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരിക. കാര്യം ഞാൻ തിരുവനന്തപുരമാണെങ്കിലും മട്ടാഞ്ചേരിയുമായിട്ടാണ് കൂടുതൽ ബന്ധങ്ങൾ. തന്നെ സാറ് പുല്ലുകളും മറ്റും മേടിക്കാൻ വന്നാണ്. പോക ഇടുക്കി ഗോൾഡ് പമ്മിയുള്ള നെൽപ്പ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി, എന്തിനാ സാറേ ഇതൊക്കെ ഭയങ്കര കേടുകളാണ്. നല്ല തങ്കം പൊത്തൊരു ഭാര്യയും കൊച്ചിനൊക്കെ ഒന്നും ഓർക്കാത്ത എന്ത്? താനൊന്ന് പൊയ്ക്കോ, ഞാനിവിടെ വേറൊരു ആവശ്യത്തിന് വന്നതാ. പൊയ്ക്കോ. പൊടികൾ, ബ്രൗൺ ഷുഗർ, ഇപ്പൊ അതിനാണല്ലോ കൂടുതലും മാർക്കറ്റ്. അത് മറ്റതിനേക്കാൾ ഭയങ്കര കേടാണ് സാറേ. ആരാ ഇവിടെ തരണത്? ഷിബുവോ അതോ മുജീബോ? മുജീബാണ് നല്ലത് കേട്ടാ. സാധനം നല്ല ഫസ്റ്റ് ക്വാളിറ്റി ആയിരിക്കും. പിള്ളകളൊക്കെ നമ്മുടെ കമ്പനി പിള്ളകളാണ്. എന്തായാലും പരിചയപ്പെടുത്തട്ടാ. താനൊന്ന് പൊയ്ക്കോ, ഞാൻ അന്ന് നല്ലത് വേറൊരു ആവശ്യത്തിന് വന്നതാ. പ്ലീസ് ഒന്ന് പോ. മനസ്സിലായി തള്ളേ, മനസ്സിലായി. ഇന്നോവ സുഗുറ സഞ്ചരിക്കുന്ന സർവീസ് സെന്റർ അതല്ലേ? അതും അല്ലെങ്കിൽ സ്കോർപിയോ രജനി, എവളുമാരുടെയൊക്കെ പ്രധാന പിക് പോയിന്റ് ഇതാണ് സാറേ. എന്താണ് ഇത്? നീ ഇത്രയ്ക്ക് വൃത്തികെട്ടവനാ? മുടികളൊക്കെ നരച്ചില്ലേടെ? അപ്പോഴാണ് തള്ളേ ഇത് വല്ലാത്ത കേട് തന്നെ കേട്ടാ. ഉള്ള കടകളും തുറക്കാത്ത തങ്കം പോലത്തെ ഒരു പെണ്ണിനെ വീട്ടിയെത്തോണ്ട് നടക്കുക കർമ്മം തന്നെ. അതെ, സെക്യൂരിറ്റി കൊച്ചുവണ്ടിന് ഇപ്പോൾ അങ്ങോട്ട് പോയതേ ഉള്ളൂ. കേണൽ സാറും പുള്ളിക്കാരുടെ ഒപ്പം വന്നതാണോ? അല്ലല്ല, ഞാൻ ദാസിനെ കാണാൻ വേണ്ടി വന്നതാ. ദാസ് ഇരിക്ക്, വിഷ്വൽസ് കാണണ്ടേ? ഇതാ CD. സാറ് തന്നെയായിരുന്നു ഫോൺ ചെയ്തതും ഓട്ടോ പിടിച്ചതും, അതും സ്വന്തം? ഇത് നഗരമാണ് ദാസ്, നഗരം. ഇവിടെ ജീവിക്കാൻ രണ്ട് കണ്ണും ഒരു തലച്ചോറും ഒന്നും പോരാ. അതുകൊണ്ടാ എന്റെ പേഴ്സണൽ റൂമിൽ ഞാൻ CCTV ക്യാമറ സ്ഥാപിച്ചത്. പണം ഇരിക്കുന്ന ലോക്കർ അവിടെ ആയതുകൊണ്ട് കള്ളന്മാരിൽ നിന്നുള്ളൊരു മുൻകരുതൽ. പക്ഷെ ന്യൂ ഇയർ ദിവസം ക്യാമറയിൽ പതിഞ്ഞത് കള്ളനായിരുന്നില്ല, എന്റെ മകളുടെ മാനങ്ക പറഞ്ഞ ഒരു കാമാന്തനായിരുന്നു. അതായത് നീ.
തെറ്റ് പറ്റിപ്പോയി സാറേ. ഓർക്കണം, മനസ്സോടെയല്ല. അന്നത്തെ എൻ്റെ അബോധാവസ്ഥ സാറിനും അറിയാവുന്നതല്ലേ. ഇപ്പോഴും ഒന്നും എനിക്ക് ഓർമ്മ വരുന്നില്ലല്ലോ ദൈവമേ. നിന്റെ ആ ഓർമ്മ തെറ്റ് ദൃശ്യങ്ങൾ മാറ്റിത്തരും. കാണും, കണ്ട് ബോധ്യപ്പെടും. Wish you a happy new year! എനിക്ക് സംശയമില്ല, ഇതെന്റെ മകൾ. ഇത് നീ. തകർന്നത് എന്റെ മകളുടെ ജീവിതം. തകർക്കുന്നവൻ നീ. സംശയമുണ്ടെങ്കിൽ നോക്കടാ. ഇല്ല സാറേ, എനിക്കൊരു സംശയമില്ല. സ്വന്തം മകളല്ലേ സാറേ. സാർ ഇതെങ്ങനെ നോക്കിക്കാണാൻ പറ്റുന്നു? ആദ്യം അത് കണ്ടപ്പോ നിന്നെ കഴുത്തറുത്ത് കൊല്ലാനാ തോന്നിയത്. പിന്നെ തോന്നിയത് അവൾ അറിയാതെ അവൾക്ക് വിഷം കൊടുത്തു കൊന്ന് സ്വയം മരിക്കാൻ. പിന്നീട് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് രണ്ടും വിഡിത്തമാണ്. നിന്നെ കൊന്നതുകൊണ്ട് മാത്രം എന്റെ മകളുടെ നഷ്ടപ്പെട്ടു പോയ മാനം തിരിച്ചു കിട്ടില്ല. ഞങ്ങൾ മരിച്ചാൽ നീ ജയിക്കും. ഒരലട്ടലുമില്ലാതെ സുഖമായി ജീവിക്കും. ഇത് രണ്ടിനും അപ്പുറം മറ്റൊരു മാർഗം ആലോചിച്ചപ്പോ ഒരു ക്ലീൻഷേ പ്രയോഗം മനസ്സിൽ തെളിഞ്ഞു. പെണ്ണിന്റെ മാനത്തിന് വില പറയുന്ന സമൂഹം. വില, മാനം, രണ്ടു പദങ്ങൾ. കച്ചവടത്തിന്റെ ബാലൻസ് ഷീറ്റിലെ രണ്ട് കോളങ്ങൾ പോലെ. 10 വർഷത്തെ നഗര ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചെടുത്ത നെറികെട്ട ഇക്കണോമിക്സും തന്തയില്ലാത്ത അക്കൗണ്ടൻസിയും വെച്ച് ഞാൻ എന്റെ മകളുടെ മാനത്തിന് വിലയിട്ട് നോക്കി. നഷ്ടപ്പെട്ടു പോയ മാനത്തിന്, തകർന്ന ജീവിതത്തിന്, പൊഴിഞ്ഞ കണ്ണീരിന്, അങ്ങനെ കൂട്ടിക്കിഴിച്ച് കിട്ടിയ തുകയുടെ അഡ്വാൻസ് ആണ് ഞാൻ ആവശ്യപ്പെട്ട 5 ലക്ഷം. പണമെടുക്ക്, പണമെടുക്ക്. പുതിയ സ്റ്റോക്ക് ഇറക്കാൻ എടുത്ത് വെച്ച കാശും കൂടി ചേർത്താ ഞാൻ ഇത്ര ഒപ്പിച്ചത്. മുഴുവനും ഇല്ല സാറേ, 3 ലക്ഷം. ഈ വീട്ടിലേക്ക് പോകാം. അഡ്വാൻസ് പോലും മുഴുവൻ എത്തിക്കാത്ത നിന്നോട് അടുത്ത കാര്യങ്ങൾ പറയേണ്ടതില്ലല്ലോ. അത് ഞാൻ നോക്കിക്കോളാം. നോ, നേരം വെളുക്കൂടെ നിനക്ക് സമയമുണ്ട്. അതിനുമുമ്പ് കാശുണ്ടാക്കാൻ നോക്കടാ. എന്റെ മകളെ നശിപ്പിച്ച് നിന്നെ മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല ഞാൻ. നോ, 5 ലക്ഷം തരാത്ത നീയുമായിട്ട് ഒരു സംസാരമില്ല. നോ ഓർഗ്യുമെന്റ്സ്, നോ ബാർഗൈനിങ്. ഗോ. കഴിയുമെങ്കിൽ നേരം വെളുക്കുമ്പോ കാശുണ്ടാക്കാൻ നോക്കടാ. നിക്ക്. അഞ്ച് തികച്ചുണ്ട്. ഇവിടെയും നീ എന്നെ ചീറ്റ് ചെയ്ത് നോക്കി. ശരിക്കും കച്ചവടക്കാരനായി. എന്റെ മകളുടെ മാനത്തിന്റെ ആദ്യ ഗഡുവിൽ നിന്ന് പോലും 2 ലക്ഷം വെട്ടിക്കുറച്ച് നീ എന്നെ പറ്റിക്കാൻ നോക്കി. 5 ലക്ഷം പോലും തികച്ചും വിലയില്ലാത്ത മാനം കെട്ടവളാക്കി നീ എന്റെ മോളെ. അല്ല സാറേ, ഇല്ലായ്മ കൊണ്ട് ചെയ്തു പോയതാ. എനിക്കും ഇല്ല സാറേ ഒരു കുടുംബം. വളർന്നു വരുന്ന ഒരു പെൺകൊച്ചില്ലേ, അവരുടെ ജീവിതം നോക്കണ്ടേ സാറേ? അപ്പോൾ എന്റെ മോളുടെ ജീവിതം അല്ലെങ്കിൽ തന്നെ നിനക്കെന്ത് ഇല്ലായ്മ? നീ തന്നെ അന്ന് പറഞ്ഞില്ലേ നിന്റെ കടയിലെ 10,000 വിറ്റ് വരവിനെ കുറിച്ച്. നിന്റെ കമ്പംമേട്ടിലെ എസ്റ്റേറ്റിൽ പൊഴിഞ്ഞു വീഴുന്ന പട്ടയും ഉണക്കച്ചുള്ളിയും വിറ്റാൽ കിട്ടുന്ന എടുത്താൽ പൊങ്ങാത്ത പണത്തെ കുറിച്ച്. എന്നിട്ട് ഇപ്പൊ ദാരിദ്ര്യം പറയുന്നു. സാറേ, ഇന്നത്തെ വെള്ളപ്പുറത്ത് ഓരോന്ന് പറഞ്ഞു പോയതാ. ദാരിദ്ര്യം ഇല്ലെന്നുള്ളത് നേരാ. എന്ന് വെച്ച് ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ? സാറിനോട് കള്ളത്തരം കാണിച്ചതിന് സാർ എന്നോട് പൊറുക്ക്. എന്നിട്ടത് വാങ്ങിക്കും സാറേ. എന്നെ ജീവിക്കാൻ അനുവദിക്കണം. എന്റെ പെണ്ണോ മോളോ ഇതൊക്കെ അറിഞ്ഞ എന്റെ കാര്യമല്ല. അവർ ജീവിച്ചിരിക്കില്ല സാറേ. പാവങ്ങളാ, ഒന്നും അറിയാത്ത പാവങ്ങള്. ഞാൻ കാണിച്ച എമ്പോക്കിത്തരത്തിന് അവരെ കൊലയ്ക്ക് കൊടുക്കല്ലേ സാറേ. വാങ്ങിക്കൂ സാർ.
ദാ CD. എന്നാത്തിനാ സാറേ സാറ് തന്നെ ഇത് നശിപ്പിച്ച് കളഞ്ഞേക്ക്. ഇതൊരെണ്ണം നശിപ്പിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. ഒറിജിനൽ എൻ്റെ കയ്യിൽ വേറെയുണ്ട്. ഇത് തനിക്ക് ഇത് ഒറിജിനൽ തന്നെയാണോ താൻ തന്നെയാണോ എന്ന് പരിശോധിക്കാൻ ഉളുപ്പില്ലെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടർ എക്സ്പെർട്ടിനെ കാണിച്ച് ഇത് ക്രിയേറ്റ് ചെയ്ത വിഷ്വൽസ് ആണോ എന്ന് പരിശോധിക്കാം. എന്നിട്ട് മതി ബാക്കി പണം. ബാക്കി പണം എന്ന് പറഞ്ഞ കുറച്ച് കാശ് കൂടി ഞാൻ മാപ്പാക്കണം. എത്ര തന്നാലും സാറിന്റെ മകൾക്ക് നഷ്ടപ്പെട്ടതിനുള്ള വില എന്ന് എനിക്കറിയാം. എന്നാര് പറഞ്ഞു? എന്റെ മകൾക്ക് നഷ്ടപ്പെട്ടു പോയ ജീവിതം പണം കൊണ്ട് തിരിച്ചു പിടിക്കാനാ എന്റെ പ്ലാൻ. അവൾക്ക് നല്ല സ്ത്രീധനം കൊടുത്ത് മിടുക്കനായ ഒരു ചെറുക്കനെ കൊണ്ട് കെട്ടിക്കണം. നഗരത്തിൽ തന്നെ മറ്റൊരു ഫ്ലാറ്റ് വാങ്ങി കൊടുക്കണം. ഇതെല്ലാം കൂടെ ചേർത്ത് ഒരിക്കലും നഷ്ടമല്ലാത്തൊരു തുകയാ ഞാൻ ആവശ്യപ്പെടുന്നേ. 1 കോടി രൂപ. അത് നീ ഉണ്ടാക്കി തരും. ഇല്ലെങ്കിൽ പുന്നാര മോനെ നിന്റെ കുടുംബം ഞാൻ തോലയ്ക്കും.